അതേ നോക്കിയേ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ പറയാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മഞ്ഞുകാലം ആയതുകൊണ്ട് നല്ല പൂവുകളൊക്കെ ഇഷ്ടം പോലെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. റോസിയൊക്കെ കണ്ടില്ലേ, കൊല കൊലയായി നിൽക്കുക. അപ്പം ഇത് നോക്കാനൊന്നും അല്ല കേട്ടോ വന്നേ, ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി ഒരു സാധനം പറിക്കണം. അപ്പോൾ ഇത് പൂവൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു നല്ല രസം. മഞ്ഞായി ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ചെടികളൊക്കെ എപ്പോഴും നല്ല രീതിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനേ കണ്ടില്ലേ മക്കളെ ഇടിച്ചക്ക, അപ്പോൾ അതൊന്ന് പറിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ മക്കളെ ഇടിച്ചക്ക പറിച്ച് വീട്ടിൽ വന്നിട്ട് ഇതാണ്ട് കേട്ടോ മുറിച്ചിടാൻ തുടങ്ങിയേ. അപ്പം ഞാൻ ചക്ക ചെറുതാക്കി മുറിച്ചിട്ട് മാത്രം മേലത്തെ മുള്ളൊക്കെ കളഞ്ഞാൽ മതി കേട്ടോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കിയാൽ കയ്യിൽ ഇതെന്താ പറയുക, നമ്മൾ വിളഞ്ഞീനൊന്നും ആവത്തില്ല കേട്ടോ. അപ്പം ചക്ക ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ മേൽഭാഗം ഉണ്ടല്ലോ ഉള്ളത്തെ അതങ്ങ് ഇതാക്കി കളഞ്ഞ ശേഷം നമുക്ക് എന്താക്കാം, മേലത്തുള്ള മുള്ള് വെട്ടിക്കളയാം കേട്ടോ. ചക്കയായി കഴിഞ്ഞാലുണ്ടല്ലോ ഇടിച്ചക്ക മുതലങ്ങ് തുടങ്ങും. അപ്പോൾ ഇത് ഇടിച്ചക്ക പരുവാണല്ലോ. ഇന്നിപ്പോൾ ഞങ്ങൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇടിച്ചക്ക തോരനും കൂടി വെക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന്. ഇത് കണ്ടോ, ഇങ്ങനെ ഇതുപോലെ ആക്കിയ ശേഷം നേർങ്ങനെയാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്താക്കാം, ഇപ്പം നോമ്പൊക്കെ ആകുമ്പം ഇടിച്ചക്ക കട്ട്ലേറ്റ് മുതൽ അങ്ങ് തുടങ്ങും. ഇടിച്ചക്ക എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഉപ്പേരി ആയിക്കോട്ടെ, ഫ്രൈ ആട്ടോ, അടിപൊളിയാണ്. ഉപ്പേരി പ്രത്യേകിച്ച് കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഇടിച്ചക്കയ്ക്ക് പ്രത്യേക ടേസ്റ്റാണെന്ന്. അപ്പം ഫ്രൈയും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പം വലിയ വലിയ പീസാക്കിയിട്ട് വേഗം വേവിച്ചെടുത്തിട്ട് ശേഷം നമ്മൾ ഇടിച്ചാണല്ലോ ഇതാക്കുക. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ചെറുതായി മുറിച്ചെടുക്കണം കേട്ടോ. പിന്നെ അപ്പോൾ കയ്യിൽ വിളഞ്ഞീനൊന്നും ആവില്ല, ഞാൻ വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ മുറിച്ചെടുക്കുക. അക്കുടൂസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചക്ക മാങ്ങ ചക്കയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചക്കപ്പുഴുക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അവന് പ്രത്യേകിച്ച് പഴുത്തതിനേയും കാട്ടി ഇഷ്ടം പച്ചച്ചക്ക കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വേണം കേട്ടോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇത് വേവിക്കണം. നല്ലപോലെ വേവിക്കരുത് കേട്ടോ. ഒരു 1/4 വേവാകുമ്പോൾ ഇതുപോലെ ഇങ്ങ് ഊറ്റിയെടുക്കണം കേട്ടോ. ഇത്രയേ വേവിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി വേണ്ട സാധനങ്ങൾ: 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ പച്ചരി വറുത്ത പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്, പിന്നെ ഗരം മസാല കുറച്ച്, മുഴുവൻ കാന്താരി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു നുള്ളേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഇടിച്ചക്ക വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടായിരുന്നു വേവിച്ചത്, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഉപ്പിട്ടിട്ടായിരുന്നു വേവിച്ചത്, അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് നോക്കിയ ശേഷം മാത്രം ഇട്ടാൽ മതി കേട്ടോ. കാന്താരി മുളകൊക്കെ മുഴുവൻ തന്നെയാണ്. എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച് ഇടിച്ചക്കയിലേക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച ചക്കയിൽ ഒരു ഇത്തിരി വെള്ളം ഉണ്ടാവും. വേണമെങ്കിൽ ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ആ ചക്കേൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്ക് എന്താക്കുക, ഇതൊന്ന് കുഴച്ചെടുക്കുക. അഥവാ വെള്ളം ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഒന്ന് കൈ നനച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഇത് മാറ്റി വയ്ക്കണം കേട്ടോ, ഈ മസാലക്കൂട്ടൊക്കെ ഈ ചക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇടിച്ചക്ക വേവിക്കുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, 1/4 പാകത്തിന് വേവിച്ചാൽ മതി, നല്ല രീതിയിൽ വേവിച്ചെടുക്കരുത് കേട്ടോ. എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ, ഇനി വേണ്ടത് പൊട്ടുകടല കുറച്ച്, ഇത് നമ്മൾ കറിവേപ്പില, 3-4 പച്ചമുളക് കീറിയത്, തേങ്ങ മുറിച്ചത്, മല്ലിയില കേട്ടോ. ഇത്രയും സാധനം വേണം. ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന 10 മിനിറ്റോളം മാറ്റി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക കേട്ടോ. ഈ പച്ച കാന്താരി മുളകൊക്കെ മസാലയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, പൊരിഞ്ഞ് വരുന്ന കണ്ടോ. കാരണം കാന്താരി മുളക് ഞാൻ മുറിച്ചിട്ടിട്ടൊന്നുമില്ല, മുഴുവൻ കാന്താരി അങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ അപ്പുറത്തേക്ക് ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്താക്കാം, ഇത് കോര കണ്ടില്ലേ,
എന്നിട്ട് അടുത്ത ട്രിപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്, ചക്ക നമ്മൾ വേവിക്കുമ്പം ഫുള്ളായിട്ട് വേവിക്കരുത്, മുക്കാലോളം വേവ് വരുമ്പോൾ നമുക്കത് എടുക്കണം എന്ന് കേട്ടോ. ബാക്കി നമ്മൾ ഈ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പം ചക്ക വെന്തോളൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ചക്ക തന്നെ, ഇടിച്ചക്ക തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നാ അങ്ങോട്ടേക്ക് ചക്കക്കാലം ആയല്ലോ അല്ലേ. നമ്മളെവിടെയൊക്കെ ഇടിച്ചക്കയായി ചക്കയായി, മാവൊക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ മാങ്ങ ചില സ്ഥലത്തൊക്കെ ആയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. പിന്നെ അതുമാത്രമല്ല, കല്യാണ തിരക്ക് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് താമസം, എഡിറ്റിങ്ങും വോയിസൊക്കെ കൊടുക്കാൻ എങ്ങനെയൊക്കെയോ കിട്ടിയ സമയത്ത് ചെയ്യുന്ന കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് ഫുള്ള് കല്യാണ തിരക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ശനിയും ഞായറൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് കല്യാണമാണ്. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും എൻ്റെ ആങ്ങളേൻ്റെ മോൻ്റെ കല്യാണമാണ്. ആങ്ങളേൻ്റെ മോൻ എന്ന് പറയുന്നതിനും കാട്ടി നല്ല എൻ്റെ മോൻ്റെ തന്നെ കല്യാണം, വസീമിൻ്റെ. അപ്പോൾ അത് നാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ഇടിച്ചക്ക നമ്മളെടുത്ത് മാറ്റി വെച്ച് എന്താ പറയുക, മസാല തേച്ച് വെച്ച ഇടിച്ചക്ക മൊത്തം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് 1 സ്പൂണോളം പൊട്ടുകടലയാണ്. പൊട്ടുകടല നന്നായിട്ട് വറവായി വരട്ടെ കേട്ടോ. കാരണം വോയിസൊക്കെ ചിലപ്പോൾ സ്പീഡിലായിരിക്കും പോകുന്നത്, കാരണം മേലെ ഒരു കല്യാണ തിരക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അതിൻ്റെ ഇടയിൽ റയാനെ കൂട്ടാൻ പോകണം. അപ്പം പൊട്ടുകടല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പൊരിച്ച് അതേ ഇതിൽ തന്നെയാണ് കേട്ടോ, ആ എണ്ണയിൽ തന്നെയാണ് പൊട്ടുകടല ഇട്ടിരിക്കുന്നത്. ഇത് തേങ്ങാക്കൊത്ത് ഇത്ര വലിപ്പത്തിലാട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെയാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച് പാത്രത്തിലൊക്കെ കൊണ്ടുപോയി വെച്ച് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ അപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും, കുറച്ച് കഴിഞ്ഞ് ഞാൻ കിട്ടില്ല കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താക്കാം, നമുക്കിത് നന്നായിട്ട് തേങ്ങ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ചക്ക പൊരിച്ചതൊക്കെ അപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം കേട്ടോ. ആ പച്ചമുളകും അതിൽ കിടന്നിട്ട് തേങ്ങേൻ്റെ കൂടെ ഒന്ന് പൊരിഞ്ഞിതായി വരട്ടെ. അതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് എന്താക്കണം, കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരട്ടെ. പിന്നെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം മല്ലിയിലയും കറിവേപ്പിലയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാല ഇത് കണ്ട മല്ലിയില ഇട്ടിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് അങ്ങനെ ഇടില്ല, വറവ് ചെയ്ത സാധനം ഞാൻ പൊരിച്ചു വെച്ച ഇടിച്ചക്കയിലേക്ക് ഇങ്ങോട്ടേക്ക് ഇടുക കേട്ടോ ചെയ്യുക. അപ്പം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ എന്താ പറയുക, ഇടിച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എരിവൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ച് എരിവ് കൂട്ടാ കുറയ്ക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി എന്താ, എല്ലായി കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ മക്കളെ, ഞാൻ അകത്തുനിന്ന് വെച്ചുകൊണ്ട് അത്ര നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത, പുറത്ത് കൊണ്ടുവച്ചോ കണ്ടില്ല, അടിപൊളിയല്ലേ. അപ്പോൾ എന്താക്കാം, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ നല്ലതായാലും ചീത്തയായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞങ്ങൾ എന്താക്കട്ടെ, നല്ല ഫ്രൈ ഒക്കെ കൂട്ടി ചോറൊക്കെ തിന്നട്ടെ. വെറുതെ കഴിക്കാനും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒത്തിരി സന്തോഷം, ഒരുപാട് സപ്പോർട്ട് ചെയ്തതിൽ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. എല്ലാവർക്കും ബായ്.